ഹായ് കൂട്ടുകാരെ, കുഞ്ഞാറ്റ കണ്ണൻ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമുക്കിവിടെ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നേ. അപ്പോൾ ഹോമിയോ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് ആവി പിടിക്കുവാണെങ്കിൽ നമുക്ക് ജലദോഷം കഫക്കെട്ടും നല്ല കഫമൊക്കെ പറഞ്ഞു പോകാൻ നല്ലതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവി പിടിക്കാൻ വേണ്ടി മഞ്ഞൾ പറിക്കാൻ വേണ്ടി വന്നാട്ടോ. ഈ വീഡിയോ ഇന്ന് എടുത്തൊന്നും അല്ല കേട്ടോ, 5-6 ദിവസം മുന്നേ ആവി പിടിക്കാൻ വേണ്ടി മഞ്ഞൾ പറിക്കാൻ കയറിയപ്പോൾ എടുത്താട്ടോ. നമ്മളിവിടെ ആവി പിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ പനിക്കൂർക്കലയും ചുമക്കൂർക്കലയും തുളസി ഇലയും പിന്നെ ഈ കൊടിയില, അതായത് കുരുമുളകിൻ്റെയൊക്കെ കൊടിയില്ലേ അതിൻ്റെ ഇലയും നാരകത്തിൻ്റെ ഇലയൊക്കെ ഇട്ടാണ് ആവി പിടിക്കണേ. അങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കുറയും. പിന്നെ അതിലേക്ക് ശകലം അമൃതാഞ്ജനും കൂടി ഇട്ട് പിടിക്കുമ്പോൾ നമ്മുടെ തലവേദനയും ഇതൊക്കെ അങ്ങ് ശരിക്കും മാറുക. അപ്പോൾ ഈ തവണയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് ആവി പിടിക്കാൻ. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് ഓർത്തുകൊണ്ടാട്ടോ ഞങ്ങൾ പറിക്കാൻ വന്നതേ. പക്ഷെ ഉപ്പും മഞ്ഞളും മാത്രമല്ല, അതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് പനിക്കൂർക്കലയും തുളസി ഇലയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. എന്തുകൊണ്ടും നല്ലതാണല്ലോ. അപ്പം നമ്മൾ ആവി പിടിക്കാൻ വേണ്ടി ചെറിയൊരു പീസ് മഞ്ഞൾ പറിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിറയെ മഞ്ഞൾ നിൽക്കുക. അപ്പം നമ്മളന്ന് അതും കൂടി പറിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങാറാണേ. ഈ തവണ നമുക്ക് മഞ്ഞൾ പറിച്ച് അരിഞ്ഞ് ഉണങ്ങി എടുത്താലോ എന്ന് ഒരു ചെറിയൊരു പ്ലാനിങ് വന്നിട്ടോ. നമുക്ക് അതിനുള്ള മഞ്ഞൾ കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മളങ്ങനെ ചെയ്യുള്ളൂ എന്ന് ഓർത്തിട്ടോ പറിക്കാൻ തുടങ്ങിയതേ. പറിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ വർഷം പറിക്കാതെ കിടന്നത് കൊണ്ടാണോ ഇഷ്ടം പോലെ മഞ്ഞളുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾ പറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് തന്നെ മഞ്ഞളിൻ്റെ വിത്ത് 2-3 എടുത്ത് അതിൽ തന്നെ ഇട്ടു. ഇനി നമ്മൾ പിന്നെ ബാക്കി വിത്തൊക്കെ നടാം എന്ന് പറഞ്ഞേ. ഈ മഞ്ഞളിൻ്റെ മണ്ണെല്ലാം തട്ടിക്കളഞ്ഞ് വേരെല്ലാം പറിച്ച് ഇതിൽ നിന്ന് കുറേ വിത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് നടാൻ വേണ്ടി വെച്ചിട്ടോ. പിന്നെ ഇത്രയും മഞ്ഞളാട്ടോ നമുക്ക് മൊത്തം കിട്ടിയത്. ഇനി ഇതാണെങ്കിൽ കഴുകുന്നതും അരിയണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ ഇടയ്ക്ക് കഴുകി പച്ചയ്ക്ക് തന്നെ, സാധാരണ എല്ലായിടത്തും പുഴുങ്ങി അരിയും പച്ചയ്ക്ക് അരിയും, ഇത് പച്ചയ്ക്ക് അരിഞ്ഞതാണേ. പച്ചയ്ക്ക് അരിഞ്ഞ് ഉണങ്ങാൻ വെച്ചതാട്ടോ. 2 ദിവസം ഉണങ്ങിയപ്പോഴത്തേനും ഇത്രയും മഞ്ഞളെ മൊത്തം ഉള്ളേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.